കോഴിക്കോട് നിന്നും ഒരു വാർത്ത വരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോഷണം. തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട PMSSY ബ്ലോക്കിലാണ് മോഷണം നടന്നത്. 2 കമ്പ്യൂട്ടറുകളുടെ ഹാർഡ് ഡിസ്കുകളാണ് കാണാതായത്. സാനിയ മുനമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാനിയ മുനമി, അടച്ചിട്ടിരുന്ന PMSSY കെട്ടിടത്തിൽ നിന്നാണ് സാധനം കാണാതായത്. അവിടെ CCTV ഒന്നും ഉണ്ടായിരുന്നില്ലേ? എന്താണ് സംഭവിച്ചത് സാനിയ മുനമി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. CCTV അടക്കം എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പക്ഷേ PMSSY ബ്ലോക്ക് അടച്ചിട്ടതാണ്. അവിടേക്ക് പൊതുജനങ്ങൾക്ക് ഒരു പ്രവേശനവും ഇല്ലാത്ത സ്ഥലമാണ്. അവിടെ പണിയെടുക്കാൻ വരുന്നവരോ ജീവനക്കാർക്കോ മാത്രമേ അവിടേക്ക് ഇപ്പോൾ പ്രവേശനം ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ഉള്ളിൽ നിന്ന് തന്നെ ആരെങ്കിലും എടുത്തതാണോ എന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. 2 കമ്പ്യൂട്ടറുകളുടെ ഹാർഡ് ഡിസ്ക്കാണ് ഇത്തരത്തിൽ കാണാതായിരിക്കുന്നത്. അതായത് പഴയ കമ്പ്യൂട്ടറുകൾ, അത്തരത്തിൽ എല്ലാ സാധനങ്ങളും അവിടെ തീപിടുത്തമുണ്ടായപ്പോൾ വെള്ളം അടിച്ചും മറ്റും നശിച്ചു പോയിരുന്നു. അങ്ങനെ കമ്പനി എല്ലാ സാധനങ്ങളും പുതുക്കി അവിടെ വീണ്ടും കൊണ്ടുവന്നിരുന്നു. അത് സ്ഥാപിക്കാൻ നോക്കുമ്പോഴാണ് ഇതിൻ്റെ 2ൻ്റെയും ഹാർഡ് ഡിസ്കുകൾ അഴിച്ചെടുത്ത നിലയിൽ കാണപ്പെടുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിക്കാനില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസും പറയുന്നത്. സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഏതായാലും 2 കമ്പ്യൂട്ടറുകളുടെ ഹാർഡ് ഡിസ്ക്, അതായത് വെള്ളം അടിച്ചും പലപ്പോഴും പുക പുറത്തു വന്നുമൊക്കെ മെയ് 2-ാം തീയതിയും 5-ാം തീയതിയുമാണ് തീപിടുത്തമുണ്ടായത്. ഈ ദിവസങ്ങളിൽ മുഴുവനായി കെട്ടിടത്തിലേക്ക് വെള്ളം അടിച്ചതുകൊണ്ട് തന്നെ എല്ലാ ഉപകരണങ്ങളും കേടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. MRI സ്കാനിങ്ങിൻ്റെ റൂമിലായിരുന്നു ഇത് സ്ഥാപിച്ചിരുന്നത്. അതായത് പുതിയ MRI സ്കാൻ മെഷീൻ കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെയൊക്കെ അതേ റൂമിൽ തന്നെയായിരുന്നു തൽക്കാലത്തേക്ക് ഈ കമ്പ്യൂട്ടറും വെച്ചിരുന്നത്. പക്ഷേ പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് എടുത്ത് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് 2ൻ്റെയും ഹാർഡ് ഡിസ്ക് ഇല്ല എന്നും കാര്യം മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും തന്നെ എടുത്ത് മാറ്റിയതാവാം എന്നുള്ളതാണ് സംശയിക്കുന്നത്. ആ ഹാർഡ് ഡിസ്കിൽ കാര്യമായ വിവരങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ലല്ലോ അല്ലേ? ഇല്ല, അതായത് പുതിയ കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഹാർഡ് ഡിസ്ക്കാണ്. പുതിയ യാതൊരു പഴയ വിവരങ്ങളും ഇല്ലാത്ത ഹാർഡ് ഡിസ്ക്കാണ്. പുതിയതായി കൊണ്ടുവച്ചതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഫ്രഷ് പീസാണ്. അത് ഫ്രഷായി തന്നെ ആരോ എടുത്തു കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഫ്രഷായിട്ട് അടിച്ചുകൊണ്ട് പോയി. പൂട്ടിയിട്ടിരുന്ന കെട്ടിടമാണ്. അവിടെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ, തീപിടുത്തത്തിൽ വലിയ വാർത്തയായി മാറിയ കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് ഫയർ ആൻഡ് ന്യൂസ് ഇല്ലാത്തതുകൊണ്ട് അത് ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്നു. അതുമാത്രമല്ല, മറ്റു ചില കെട്ടിടങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കെട്ടിടം നിർമ്മിക്കും, ഫയർ ആൻഡ് ന്യൂസ് എടുക്കില്ല. ഇപ്പോൾ കെട്ടിടം പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയെ പൂട്ടിയിട്ടിരുന്ന കെട്ടിടത്തിനുള്ളിലൂടെ 2 ഹാർഡ് ഡിസ്ക് കൂടി അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണല്ലേ ഇതൊക്കെ? ആരുടെ പണം? ആരാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ?